السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവാണ് മറ്റാരേക്കാളും നമ്മെ ഇഷ്ടപ്പെടുന്നവനും നമ്മോട് കാരുണ്യം കാണിക്കുന്നവനും. അതുകൊണ്ട് തന്നെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചിഷ്ടപ്പെടുക എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും ഉദ്ദേശവുമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ 72-ാമത്തെ ആയത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വറിദ്വാനുൻ മിനല്ലാഹി അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള തൃപ്തിയാണ്, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഉറ്റാലോചിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു മജ്ലിസിൽ നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അല്ലാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ സന്ദർഭം എന്താണ്, അത് പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ തൃപ്തി നേടുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നും അവരുടെ വിശേഷണങ്ങൾ എന്താണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തു തൗബയിലെ അതിന് തൊട്ടുമുമ്പുള്ള 71-ാമത്തെ ആയത്തിന്റെ ആരംഭം മുതൽ അല്ലാഹു തആല കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദിൻ. സത്യവിശ്വാസികൾ അതുപോലെ തന്നെ സത്യവിശ്വാസിനികൾ അവർ പരസ്പരം ഉറ്റ മിത്രങ്ങളാണ്, അല്ലെങ്കിൽ അവർ ഔലിയാക്കളാണ്, അഥവാ ഈമാനിന്റെ പേരിലുള്ള സ്നേഹബന്ധമുള്ളവരാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. അപ്പോൾ ആരെ പറ്റിയാണോ പറയുന്നത് അവരുടെ വിശേഷണങ്ങൾ ഒന്നാമത് പറഞ്ഞു, ഈമാനുള്ള പുരുഷനും സ്ത്രീയും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. ഏതൊരു നന്മയും കൽപ്പിക്കുന്നു, ഏതൊരു തിന്മയും വിരോധിക്കുന്നു. വയുഖീമൂന സ്സലാ. അവർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു. വയുഅ്തൂന സക്കാത്ത്. സക്കാത്ത് അവർ നൽകുന്നു. വയുതീഊന അല്ലാഹ വറസൂലഹു. അവർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ വിശേഷണങ്ങൾ അത് യഥാർത്ഥ മുഅ്മിനുണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? നന്മ കൽപ്പിക്കുന്നവരായിരിക്കണം, തിന്മ വിരോധിക്കുന്നവരായിരിക്കണം, നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം, സക്കാത്ത് നൽകുന്നവരായിരിക്കണം, അല്ലാഹുവിനെയും റസൂലിനെയും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അനുസരിക്കുന്നവരായിരിക്കണം. എന്നിട്ട് പറഞ്ഞു, ഉലൈക സയർഹമുഹുമുല്ലാഹ്. അങ്ങനെയുള്ള ആളുകൾ, അവരുടെ മേലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിയുക, അവരോടാണ് അല്ലാഹു തആല കാരുണ്യം കാണിക്കുക. ഇന്നല്ലാഹ അസീസുൻ ഹകീമുൻ. അല്ലാഹു തആല അസീസാണ്, ഹക്കീമാണ്. അസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുദ്റത്തിന്റെ ഉന്നതമായ ഒരവസ്ഥയാണ് അസീസ് എന്ന് പറയുന്നത്. ശക്തിയുടെ, കഴിവിന്റെ ഉന്നതമായ അവസ്ഥ, പ്രതാപമുള്ളവനാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ ഉന്നതമായ അവസ്ഥയ്ക്കാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹക്കീം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അറിവുള്ള, ഹിക്മത്തുള്ളവനാണ്. അള്ളാഹുവിന്റെ ഈ രണ്ട് നാമങ്ങൾ പല സന്ദർഭങ്ങളിലും ഒരുമിച്ച് വന്നിട്ടുള്ളതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഈ വിശേഷണങ്ങളെ പറഞ്ഞ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വാഗ്ദാനം ചെയ്യുന്നു,
ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരായിരിക്കും, അഥവാ മരണമില്ലാതെ ജീവിക്കുന്നവരായിരിക്കും. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ, അദ്ൻ എന്ന സ്വർഗത്തിൽ, നിലനിൽക്കുന്ന സ്വർഗത്തിൽ അവർക്ക് വിശിഷ്ടമായ താമസ സൗകര്യങ്ങൾ, ഭവനങ്ങൾ ഉണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? വിശേഷണങ്ങൾ പറഞ്ഞു, അവർക്കുള്ള നേട്ടങ്ങൾ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വരിദ്വാനുൻ മിനല്ലാഹി അക്ബർ. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് സ്വർഗത്തിൽ ലഭിച്ചാലും, എല്ലാ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും, അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അത് മഹത്തായിട്ടുള്ള ഒരു വിജയവുമാണ് എന്ന് അള്ളാഹു തആല പറയുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് നേടാനുള്ള ഏറ്റവും മഹത്തായ പ്രതിഫലങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യമാക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി എന്നുള്ളത്. ദീനിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ അതിനെപ്പറ്റി എണ്ണിപ്പറഞ്ഞ്, ആ വിശേഷണങ്ങളെപ്പറ്റി പരാമർശിച്ച്, അതിന് പ്രതിഫലമായി അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തെപ്പറ്റി പറഞ്ഞ്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞ വാക്ക് വരിദ്വാനുൻ മിനല്ലാഹി അക്ബർ. അതിനേക്കാൾ എല്ലാം വലുതായിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന തൃപ്തിയാണ് എന്ന് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ തബാറക വ തആല യഖൂലു ലി അഹ്ലിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗാവകാശികളോട് പറയും, യാ അഹ്ലൽ ജന്ന, ഏ സ്വർഗാവകാശികളെ, ഫയഖൂലൂൻ, അപ്പോൾ അവർ തിരിച്ചു പറയും, ലബ്ബൈക റബ്ബനാ വസഅദൈക, ഞങ്ങളിതാ ഉത്തരം ചെയ്യുന്നു റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിതാ. അല്ലാഹു തആല വിളിക്കും സ്വർഗാവകാശികളെ എന്ന് വിളിക്കുമ്പോൾ സ്വർഗാവകാശികൾ മറുപടി പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിതാ ഉത്തരം ചെയ്യുന്നു. ഫയഖൂൽ, അപ്പോ തിരിച്ചു ചോദിക്കും അല്ലാഹു തആല, ഹൽ റളീതും, നിങ്ങൾ തൃപ്തിപ്പെട്ടോ? നിങ്ങൾക്ക് തൃപ്തിയായോ? നിങ്ങൾ എന്റെ കൽപ്പനകൾ ദുനിയാവിൽ അനുസരിച്ചതുകൊണ്ട്, എന്റെ വിരോധനങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട്, എന്നെ മാത്രം ആരാധിച്ചതുകൊണ്ട്, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ജീവിച്ചതുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ മാത്രം അള്ളാഹുവിനെ ആരാധിച്ചതുകൊണ്ട്, ഒരു തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള പുതിയ ഇബാദത്തുകളൊന്നും ദീനിൽ കൂട്ടിച്ചേർക്കാതെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ആരാധിച്ചതുകൊണ്ട് നിങ്ങൾക്കിതാ ഒരുക്കിയിട്ടുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് നിങ്ങൾക്ക് തൃപ്തിയായോ? നിങ്ങൾ തൃപ്തിപ്പെട്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കും. ഫയഖൂലൂൻ, അപ്പൊ സ്വർഗാവകാശികൾ മറുപടി പറയും, വമാ ലനാ ലാ നർദാ, എന്താണ് റബ്ബേ ഞങ്ങൾക്ക് തൃപ്തിപ്പെടാതിരിക്കാൻ? ഞങ്ങൾക്ക് എന്താ തൃപ്തിപ്പെടാതിരിക്കാനുള്ളത്? എന്താണ് തൃപ്തിപ്പെടാതിരിക്കാൻ മാത്രം എന്താണ് അവസ്ഥ? വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നീ നൽകാത്തത്ര അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ സ്വർഗത്തിൽ അത്രയും മഹത്തായ അനുഗ്രഹങ്ങൾ നൽകിയല്ലോ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ കൽബ് കൊണ്ടും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അനുഗ്രഹങ്ങളിലാണ് അവരുള്ളത്. അവർ ഇച്ഛിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്, അവരാഗ്രഹിക്കുന്ന എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ അവർ തിരിച്ചു പറയുന്ന വാക്കാണ് ഫയഖൂൽ. അപ്പൊ അല്ലാഹു തആല സ്വർഗാവകാശികളോട് പറയും, അന ഉഅതീകും അഫ്ദല മിൻ ദാലിക്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഖാലു യാ റബ്ബ്, അപ്പൊ സ്വർഗാവകാശികൾ ചോദിക്കും, അവർ അത്ഭുതപ്പെടും. അത്ഭുതത്തോടുകൂടി അവർ ചോദിക്കും, റബ്ബേ, വഅയ്യു ഷൈഇൻ അഫ്ളലു മിൻ ദാലിക്, ഈ ലഭിച്ച അനുഗ്രഹങ്ങളെക്കാളെല്ലാം അഫ്ളലായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള എന്ത് കാര്യമാണുള്ളത് എന്ന് ചോദിക്കും. അപ്പൊ അല്ലാഹു തആല അവരോട് പറയും, ഫയഖൂൽ ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, നിങ്ങളുടെ മേലെ എന്റെ തൃപ്തി നിർബന്ധമായിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മേലെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് കോപിക്കുകയോ നിങ്ങളോട് എന്റെ ഒരു വെറുപ്പുണ്ടാവുകയോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല പറയും. അപ്പൊ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളിൽ ഭൗതികമായിട്ടുള്ള അഥവാ ശാരീരികമായി ആസ്വദിക്കാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങളെക്കാളെല്ലാം മഹത്തായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുക എന്നുള്ളത്.
ഇമാം ഹാക്കിം ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഖാല യഖൂലുല്ലാഹ്, അല്ലാഹു തആല ചോദിക്കും, ഹൽ തശ്തഹൂന ഷൈഅൻ ഫഅസീദുക്കും, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും അധികരിപ്പിച്ചു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ ഇച്ഛിക്കുന്നുണ്ടോ, നിങ്ങൾക്കിനി കൂടുതലായിട്ട് എന്തെങ്കിലും വേണോ? ഫയഖൂലൂൻ, അപ്പൊ അവർ പറയും, റബ്ബനാ വമാ ഫൗഖ മാ അഅതൈതനാ, റബ്ബേ ഞങ്ങൾക്ക് ഈ നൽകിയതിനേക്കാൾ വലുതായി ഇനി എന്താണുള്ളത്, ഇനി എന്താണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് എന്ന് ചോദിക്കും. ഖാല യഖൂലു റിദ്വാനി അക്ബർ, അപ്പൊ അല്ലാഹു തആല പറയും, എന്റെ തൃപ്തിയാണ് ഏറ്റവും വലുതായിട്ടുള്ളത്, ഏറ്റവും വലുതായിട്ടുള്ളത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. നമ്മളൊന്ന് ആലോചിച്ചു വെക്ക്, നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇബാദത്തുകളിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മത്തിൽ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുന്ന ഒരു പാപത്തിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ തൃപ്തിയെ എനിക്ക് നേടിയെടുക്കണം എന്ന് നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ അതിന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനേക്കാൾ വലുതായൊരു കാര്യം അവിടെ ഉണ്ട്, സ്വർഗത്തിലുണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ ഈ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നിടത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് പറയുന്നുണ്ട്, യസ്ലു ഇലാ ഖുലൂബിഹിം മിൻ റിദ്വാനില്ലാഹി മിനൽ ലദ്ദതി വസ്സുറൂരി മാ ഹുവ അലദ്ദു ഇൻദഹും വഅഖറു ലിഅയുനിഹിം മിൻ കുല്ലി ഷൈഇൻ അസാബൂഹു മിൻ ലദ്ദത്തിൽ ജന്ന. സ്വർഗത്തിൽ അവരനുഭവിക്കുന്ന ആസ്വാദനങ്ങളെക്കാളെല്ലാം അവരുടെ കൽബിനകത്ത് ഏറ്റവും ആസ്വാദകരമായി ഉറച്ചു നിൽക്കുന്ന, പ്രവേശിക്കുന്ന, സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ തൃപ്തി എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, മഹത്തായിട്ടുള്ള കാര്യമാണ്. അതാണ് ഏറ്റവും നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യവും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞത് കാണാം, തഅമ്മൽതു അൻഫ അദ്ദുആ ഫഇദാ ഹുവ സുആലുൽ ഔനി അലാ മർളാതിഹി. ഇബ്നു തൈമിയ്യ പറയാണ്, ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു, ഏത് പ്രാർത്ഥനയാണ്, ഏത് ദുആ ആണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് എന്ന്. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അള്ളാഹുവിനോട് അവന്റെ തൃപ്തി നേടാൻ സഹായം ചോദിക്കലാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ദുആ എന്ന് എനിക്ക് മനസ്സിലായി. ثم رأيته في الفاتحة في إياك نعبد وإياك نستعين. അങ്ങനെ ഞാൻ ഏതാണ് ആ തൃപ്തി നേടാനുള്ള മാർഗം എന്ന് പരിശോധിച്ചപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഈ ആയത്ത് ഞാൻ കണ്ടെത്തുകയുണ്ടായി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത്. അള്ളാഹുവും അടിമയും തമ്മിലുള്ള കരാർ. അള്ളാഹ് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നിലേക്ക് ഇടനിലക്കാരനായിട്ടോ അല്ലെങ്കിൽ ശുപാർശകനായിട്ടോ ഒരു നിലക്കും നീയല്ലാതെ ഒരാളോടും പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ഒന്നും ഞങ്ങൾ ചെയ്യില്ല, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. വ ഇയ്യാക നസ്തഈൻ, നിന്റെ മേൽ മാത്രമാണ് വരവേൽപ്പിക്കുന്നതും സഹായം തേടുന്നതും എന്ന അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഈ കരാർ അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള മാർഗമാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അപ്പൊ ഇവിടെ വിഷയം അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ മഹത്തായ ലക്ഷ്യമായി, ഉദ്ദേശമായി, അവസാനത്തെ ഒരു പോയിന്റ് ആയിക്കൊണ്ട് നമ്മൾ വെക്കേണ്ടത്. അത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിലെ സ്വർഗത്തിലും റാഹത്തിലുമായിരിക്കും. ചില പണ്ഡിതന്മാർ, സലഫുകൾ അവർ പറഞ്ഞത് കാണാം, അവരുടെ വാക്കിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മദാരിജുസ് സാലിക്കീൻ എന്നുള്ള കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്, വലിദാലിക കാന റിളാ ബാബല്ലാഹിൽ അഅ്ദം വജന്നത്തുദ് ദുനിയ വമുസ്തറാഹൽ ആരിഫീൻ. ഈ കാരണങ്ങൾ കൊണ്ട്, ഈ തൃപ്തിയാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട്, ആ അള്ളാഹുവിന്റെ തൃപ്തി എന്നുള്ളതാണ് സ്വർഗത്തിലെ മഹത്തായിട്ടുള്ള കവാടവും അതുപോലെ തന്നെ ദുനിയാവിലെ സ്വർഗവും അള്ളാഹുവിനെ മനസ്സിലായവർക്കുള്ള റാഹത്ത് ലഭിക്കുന്ന കാര്യവും വഹയാത്തൽ മുഹിബ്ബീൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ ജീവിതവും വനഈമൽ ആബിദീൻ, അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കുള്ള മഹത്തായ അനുഗ്രഹവും വഖുറത ഉയൂനിൽ മുഷ്താഖീൻ, അള്ളാഹുവിനെ കാണാൻ കുതിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളുടെ കൺകുളിർമയും എന്നുള്ളത് അള്ളാഹുവിന്റെ ഈ തൃപ്തി നേടലാണ് എന്ന്.
അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട, നമ്മൾ ചോദിക്കേണ്ട, തേടേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കണം, നമുക്ക് ആവശ്യമാണ് എന്നുള്ളത്. നമ്മൾ പരിശോധിക്കണം നമുക്ക് ആ തൃപ്തി ഉണ്ടോ, അല്ലെങ്കിൽ തൃപ്തി നേടാൻ ഉതകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇവിടെ അറബി ഭാഷാ നിയമങ്ങൾ കൊണ്ട് തന്നെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന സൂറത്ത് തൗബയിലെ 72-ാമത്തെ ആയത്തിൽ ധാരാളം പ്രത്യേകതകൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ചെറിയ രീതിയിൽ അത് സൂചിപ്പിക്കാം. ഇവിടെ റിദ്വാനുൻ ബിനല്ലാഹി അക്ബർ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ അറബി ഭാഷാ നിയമങ്ങൾ ചെറുതായി അറിയുന്നവർക്കെങ്കിലും അറിയാം, റിദ്വാൻ എന്നുള്ളത് അവിടെ നക്കിറയായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നക്കിറയായ പദം തഅ്ലീമിനെ അറിയിക്കുന്നതാണ് അറബി ഭാഷയിൽ. അതുപോലെ തന്നെ തൻവീനോടുകൂടി റിദ്വാനുൻ എന്ന നിലക്കാണ് അവിടെ വന്നിട്ടുള്ളത്. ആ തൻവീൻ തഅ്ലീമിനെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ പദത്തെ ഉപയോഗിച്ചിട്ടുള്ളത് റഫ്ഇന്റെ സ്ഥാനത്താണ്. അറബി ഭാഷയിൽ ഇറാബിന്റെ ഒരു സ്ഥാനമാണ്, അത് അതിന്റെ മഹത്വത്തെ അറിയിക്കുന്നതാണ്. അതുപോലെ റിദ്വാനുൻ മിനല്ലാഹ് എന്നാണ് പറഞ്ഞത്, റിദ്വാനുല്ലാ എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലും അർത്ഥം കൊണ്ട് ഏകദേശം ഒന്നായിരിക്കും, പക്ഷെ രണ്ടും വ്യത്യാസം എന്ന് പറഞ്ഞാൽ റിദ്വാനുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി പരിപൂർണമായി മുഴുവനായിട്ട് കിട്ടിയാലേ ഒരാൾക്കത് വലിയ കാര്യമാവുകയുള്ളൂ. പക്ഷെ റിദ്വാനുൻ മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് കുറച്ച് കിട്ടിയാൽ തന്നെ എന്താകും, അതവന് വലിയ കാര്യമായി തീരും. അതുപോലെ റിദ എന്നുള്ള പദം ഉപയോഗിച്ചാലും അർത്ഥം കൊണ്ട് ശരിയാകും, പക്ഷെ അള്ളാഹു ഉപയോഗിച്ച പദം റിദ്വാൻ എന്നുള്ളതാണ്. അറബി ഭാഷയിലെ പൊതു നിയമമാണ്, ഒരു വാക്ക് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ കുറഞ്ഞ എണ്ണമുള്ള അക്ഷരങ്ങൾ കൊണ്ടും കൂടുതൽ എണ്ണമുള്ള അക്ഷരം കൊണ്ടും പറയുമ്പോൾ ആശയത്തിൽ അതിന്റെ ആഴം അറിയുമെന്നുള്ളത്. ഇപ്പോ ഇസ്ബിർ എന്നും പറയാം, ഇസ്തബിർ എന്നും പറയാം, രണ്ടും അർത്ഥം ക്ഷമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇസ്ബിർ എന്ന് പറയുന്നതിനേക്കാൾ ആഴത്തിൽ ആശയത്തെ അറിയിക്കുന്ന വാക്കാണ് ഇസ്തബിർ എന്നുള്ള വാക്ക്. അങ്ങനെ ഭാഷാപരമായി ഒരുപാട് പ്രത്യേകത കൊണ്ട് ആ റിദ്വാൻ എന്നുള്ള പദം അവിടെ വന്നിട്ടുള്ള രീതി തന്നെ അതിന്റെ മഹത്വത്തെയും അതിന്റെ പ്രാധാന്യത്തെയും അറിയിക്കുന്ന രീതിയിലാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ തൃപ്തി നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി മാറിയിട്ടുണ്ടോ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായി മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശമായി മാറിയിട്ടുണ്ടോ? അതല്ല ആ തൃപ്തിയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന മറ്റു പല കാര്യങ്ങളുമാണോ നമുക്ക് പ്രധാനമായി തീർന്നിട്ടുള്ളത്? നമ്മൾ നമ്മോട് ചോദിക്കേണ്ട, നമ്മുടെ ഖൽബിനോട് നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. കാരണം അല്ലാഹു തആല ഖുർആനിലെ മറ്റു ചില ആയത്തുകളിൽ അള്ളാഹുവിന്റെ ഈ റിദ്വാനിനെ പറ്റി പറയുന്നിടത്ത് അതിന് തൊട്ടു മുമ്പായിക്കൊണ്ട് ആ തൃപ്തി നേടുന്നതിൽ നിന്ന് തടയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ആയത്തുകളാണ് സൂറത്ത് ആലി ഇമ്രാനിലെ 14 മുതൽ 17 വരെയുള്ള ആയത്തുകൾ ഒന്ന് പറയാം. 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ, ആളുകൾക്ക് അതാ അലങ്കാരമായി തോന്നിക്കുന്നു സ്ത്രീകളോടുള്ള ഇഷ്ടം, ഭാര്യമാരോടുള്ള ഇഷ്ടം, വൽ ബനീൻ മക്കളോടുള്ള ഇഷ്ടം, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, അട്ടിയായി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കുന്നുപോലെ കൂട്ടിയിട്ടുള്ള സ്വർണവും വെള്ളിയോടും സമ്പത്തിനോടുള്ള ഇഷ്ടം, വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്, പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുള്ള കുതിരകൾ, കന്നുകാലികൾ, കൃഷി, ഇതിനോടുള്ള ഇഷ്ടം. അങ്ങനെയുള്ള ഭൗതികമായ വസ്തുവകകൾ, ഭാര്യ, മക്കൾ, കച്ചവടം, സമ്പത്ത്, വാഹനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ഇഷ്ടമെല്ലാം മനുഷ്യർക്ക് അലങ്കാരമാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, അള്ളാഹു പറയാണ് ദുനിയാവിലെ വിഭവം മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും നല്ല മടക്കസ്ഥാനമുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറയുകയാണ്, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഈ പറഞ്ഞ ഭൗതികമായ ആസ്വാദനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്, ഒരു സംശയവുമില്ല. അള്ളാഹു തആല ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഏതൊരു മനുഷ്യനും അവന്റെ ഉള്ളിൽ ഇഷ്ടം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇതിനേക്കാൾ ഖൈറായ കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരുക്കിയിട്ടുള്ളത് ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, ശാശ്വതമായ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം, വഅസ്വാജുൻ മുതഹ്ഹറ, പരിശുദ്ധരായ ഇണകൾ, വരിദ്വാനുൻ മിനല്ലാഹ് വല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും. ഈ ആയത്തിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഈ തൃപ്തി നേടുന്നതിൽ,
ആ യാത്രയിൽ അള്ളാഹുവിലേക്ക് നമ്മെ എത്തിക്കുന്നതിൽ നമുക്ക് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അള്ളാഹു തആല ഈ ആയത്തിനെ തുടർന്ന് പറഞ്ഞു, ആർക്കാണ് തൃപ്തി നേടുക, ആർക്കാണ് തൃപ്തി ലഭിക്കുക? അല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പറയുന്നവരാണ്, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു നൽകണം, നരകശിക്ഷയിൽ ഞങ്ങളെ രക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു അവരുടെ വിശേഷണങ്ങൾ, അസ്വാബിരീൻ, ക്ഷമ പാലിക്കുന്നവർ, വസ്വാദിഖീൻ, സിദ്ഖുള്ളവർ, വൽഖാനിതീൻ, അല്ലാഹുവിന് മുമ്പിൽ കീഴൊതുങ്ങുന്നവർ, സിദ്ഖ് എന്ന സത്യസന്ധതയുള്ളവർ, വൽമുൻഫിഖീൻ, ചെലവഴിക്കുന്നവർ, ദാനധർമ്മങ്ങൾ നൽകുന്നവർ, വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അവസാനത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവർ. ഈ ആളുകളാണ് ഈ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന സ്വർഗത്തിന്റെ അവകാശികളായി തീരുന്നവർ. ഇപ്പോൾ അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, ദുനിയാവിൽ മനുഷ്യന് ഏറ്റവും ഇഷ്ടം തോന്നുന്ന, നമുക്കെല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന, നമ്മൾ മുഴുകിപ്പോകുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിലേക്കുള്ള തൃപ്തി നേടുന്നതിൽ തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അത് വേണ്ട എന്നല്ല, അതിൽ മുഴുകിപ്പോവുക എന്നുള്ളത് എന്തായിരിക്കും? അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിൽ തടസ്സമായി തീരും. മറ്റൊരായത്തിലും അള്ളാഹു അവന്റെ തൃപ്തിയെ പറ്റി പറയുന്നിടത്ത് ഇതേപോലെ ദുനിയാവിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്ത്, അതിൽ അള്ളാഹു പറയുകയാണ്, വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹ്വുൻ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കളിയാണ്, വിനോദമാണ്, വസീനത്തുൻ, ഒരു അലങ്കാരമാണ്, വതഫാഖുറുൻ ബൈനകുൻ വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾ പരസ്പരം പെരുമ നടിക്കലും, എനിക്ക് നിന്നേക്കാൾ സമ്പത്തുണ്ട്, നിന്നേക്കാൾ സൗകര്യങ്ങളുണ്ട്, അങ്ങനെ പരസ്പരം പെരുമ നടിക്കലും, പരസ്പരം കൂടുതലുണ്ട് എന്ന് കാണിക്കലും, സമ്പത്തിലും സന്താനങ്ങളിലും അങ്ങനെ കാണിക്കലാണ്. കമസലി ഗൈസിൻ, എന്നൊരു ഉപമ പറയാണ്, ഒരു മഴ പെയ്യുന്നത് പോലെ. അഅജബൽ കുഫാർ, ആ മഴ പെയ്യുമ്പോൾ വിത്ത് വിതച്ച അതിനെ കാത്തിരിക്കുന്ന കൃഷിക്കാർക്ക് ആ മഴ പെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നും, അവർക്ക് ഭയങ്കര സന്തോഷം തോന്നും. നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, അങ്ങനെ ആ മഴ കഴിഞ്ഞ് ആ വിത്ത് വിതച്ച കൃഷിക്കാർ ആ ചെടി മുളച്ചു വരുന്നത് കാണും. ആ മുളച്ചു വരുന്ന ചെടി അവർക്കെല്ലാം നേടിയെടുക്കാം, കൊയ്തെടുക്കാം എന്ന് തോന്നുന്ന സമയത്തായിരിക്കും അത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അത് ഉണങ്ങിച്ചൊളിഞ്ഞ് വാടിപ്പോകുന്നത്. സുമ്മ യകൂന ഹുതാമ, പിന്നെ നുരുമ്പായി തീരും. അഥവാ അവർക്ക് നേടിയെടുക്കാൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അത് വാടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെയാണ് ദുനിയാവ്. നമ്മൾ എത്തിപ്പിടിക്കും തോറും അത് നമ്മളിൽ നിന്ന് പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അത് വിട്ടുപോകും, ആ അവസ്ഥയായിരിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, വഫിൽ ആഖിറ, എന്നാൽ പരലോകത്തോ, അദാബുൻ ഷദീദുൻ, കഠിനമായ ശിക്ഷയാണ് അള്ളാഹുവിനെ ധിക്കരിച്ചവർക്കുള്ളത്. വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും അവിടെയുണ്ട് പരലോകത്ത് എന്ന് പറയുക. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിച്ചു, അമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ദുനിയാവ് എന്നുള്ളത് കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടുന്നതിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുനിയാവിലെ അലങ്കാരങ്ങൾ, ദുനിയാവിനോടുള്ള ഇഷ്ടം, അതിലെ വിഭവങ്ങൾക്ക് പിന്നാലെ മുഴുകിപ്പോവുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിന് തെറ്റിക്കൊണ്ട് അതിൽ മാത്രമായി മുഴുകിപ്പോവുക എന്നുള്ളത് നാം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുമായി ബന്ധപ്പെട്ട് 2 അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ 2 അടിസ്ഥാനങ്ങളുടെ മേലെയാണ് അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് ഇബ്തിഗാഉർ റിദ്വാൻ, 2 ഇത്തിബാഉർ റിദ്വാൻ. ഒന്ന് ഇബ്തിഗാഉർ റിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുക എന്നുള്ളത്. 2 ഇത്തിബാഉർ റിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റുക എന്നുള്ളത്. ഈ 2ഉം ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിക്കൊണ്ട് അള്ളാഹു തആല പരാമർശിച്ചിട്ടുള്ള വാക്കുകളാണ്. ചില ആയത്തുകൾ പറയാം. സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, വമിനൻ നാസി മയ്യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ തന്നെ വിൽക്കുന്നവരാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ ത്യജിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. അവിടെ ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവർ. മറ്റൊരായത്തിൽ സൂറത്തുൽ ബഖറയിലെ 265-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വമസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കാണാം.
മറ്റൊരായത്തിൽ സൂറത്തുൽ ഹദീദിലെ സൂറത്തുൽ നിസായിലെ 114 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അഥവാ മുശ്രിക്കീങ്ങളുടെ കുഫാറുകളുടെ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ മുനാഫിഖുകളുടെ രഹസ്യമായിട്ടുള്ള സംസാരത്തിൽ അധികവും ഖൈറില്ല. എന്നിട്ട് പറയാണ്, ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ഏതൊഴികെ അവർ കൂടിയേർന്ന് ചർച്ച ചെയ്യുന്നത് എന്തെങ്കിലും സ്വതക്ക കൊടുക്കാനോ, ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ ഒരു നന്മക്ക് വേണ്ടിയിട്ടോ, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലും എന്തെങ്കിലും സുൽഹ ഉണ്ടാക്കാനോ ആണ് അവർ രഹസ്യമായി കൂടി ആലോചിക്കുന്നതെങ്കിൽ അതിലൊരു ഖൈറുണ്ട്. വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് എങ്കിൽ, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമ, അവർക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അവിടെയും അള്ളാഹു തആല ഇബ്തിഗാഅ മർളാത്തില്ലാഹ് അല്ലെങ്കിൽ റിദ്വാൻ എന്നുള്ള ആശയത്തിൽ പറഞ്ഞു. മറ്റൊരായത്ത് സൂറത്തുൽ ഹദീദിലെ 27 ആയത്തിൽ, മാ കതബ്നാഹ അലൈഹിം ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹ്, അവരുടെ മേലെ നാം നിർബന്ധമാക്കിയത് കൽപ്പിച്ചത് അള്ളാഹുവിന്റെ തൃപ്തി നേടാനാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞേ കാണാം. അപ്പൊ ഇബ്തിഗാഉ റിദ്വാൻ ഒന്നാമത്തെ അസ്ലാണ്. അള്ളാഹുവിന്റെ തൃപ്തിയിൽ, അള്ളാഹുവിനുള്ള തൃപ്തിയിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇബ്തിഗാഉ റിദ്വാനാണ്. നമുക്ക് വിശദീകരിക്കാം. രണ്ടാമത്തെ അസ്ൽ എന്ന് പറഞ്ഞാൽ ഇത്തിബാഉ റിദ്വാനാണ്, അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റലാണ്. അതും ഖുർആനിലെ വ്യത്യസ്ത ആയത്തുകളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. സൂറത്ത് ആലി ഇമ്രാനിലെ 162 ആയത്തിൽ അല്ലാഹു പറയുന്നു, അഫമനിത്തബഅ റിദ്വാനല്ലാഹ് കമൻ ബാഅ ബിസഖത്തിൻ മിനല്ലാഹ് വമഅവാഹു ജഹന്നം, അല്ലാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റിയവൻ അവൻ നരകം സ്വീകരിച്ച, നരകം ലഭിച്ച അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം ഏറ്റെടുത്തവനെ പോലെയാണോ എന്ന് പറയുന്നുണ്ട്. അഫമനിത്തബഅ റിദ്വാനല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി പിൻപറ്റുക എന്ന് പറഞ്ഞു. മറ്റൊരായത്ത് സൂറത്ത് ആലി ഇമ്രാനിൽ തന്നെ 173, 74 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 74 ആയത്തിൽ പറയുന്നുണ്ട്, ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ലിൻ ലം യംസസ്ഹു സൂഉൻ വത്തബഉ റിദ്വാനല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റിയവരായിരുന്നു. സ്വഹാബികളെ പറ്റി പറഞ്ഞൊരു വാക്കാണ്. അപ്പൊ ഇവിടെ എല്ലാം ഇത്തിബാഉ റിദ്വാനെ പറ്റിയും പറഞ്ഞു. എന്താണ് ഈ രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇബ്തിഗാഉ റിദ്വാനും ഇത്തിബാഉ റിദ്വാൻ? ഇബ്തിഗാഉ റിദ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇഖ്ലാസു ഫിൽ അഅമാൽ, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കുക, ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇബ്തിഗാ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരാൾക്കും നമ്മൾ വകവെച്ചു കൊടുക്കാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ഹക്കാണ്. സൃഷ്ടിച്ച സൃഷ്ടാവായ നമ്മെ സൃഷ്ടിച്ചതിൽ അള്ളാഹുവിനൊരു പങ്കുകാരനുമില്ല, അള്ളാഹുവിനൊരു സഹായില്ല, അള്ളാഹുവിനൊരു പകരക്കാരനില്ല. അള്ളാഹുവിനെ ഏതെങ്കിലും തരത്തിൽ നമ്മെ സൃഷ്ടിക്കുന്നതിലോ നമുക്ക് ഉപജീവനം നൽകുന്നതിലോ ഒന്നും ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിന് മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് വേണ്ടി മാത്രമേ അറിവ് നടത്താൻ പാടുള്ളൂ. ഏത് ഇബാദത്തും അള്ളാഹുവിന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരിക്കലും റിയാഓ സുമഅത്തോ, ആളുകൾ കാണാനോ ആളുകൾ കേൾക്കാനോ ആളുകളുടെ ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിനോ ഒരു ഇബാദത്തും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കുന്നതിനാണ് ഇബ്തിഗാഉ റിദ്വാൻ എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, അന അഗ്ന ശുറകാഇ അനിശ്ശിർക്ക്, അല്ലാഹു പറയാണ് ഒരു പങ്കുകാരും ആവശ്യമില്ലാത്ത വിധം ആ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഒഴിവായിട്ടുള്ളവനാണ് ഞാൻ. എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ അതിൽ നിന്ന് ഗനിയാണ്. ഒരാളുടെയും പങ്കു ചേർക്കാൻ എനിക്ക് ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരിടനിലക്കാരന്റെയും ആവശ്യമില്ല എനിക്ക്. അള്ളാഹു പറയാണ് ഒരാളെയും ഇടയിലാക്കേണ്ട അവസ്ഥ ഇല്ല. മൻ അമില അമലൻ അശ്റക ഫീ മഇ ഗൈരി തറക്തുഹു വശിർകഹു, ആരെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നതിൽ എനിക്കൊപ്പം മറ്റൊരാളെ പങ്കു ചേർത്താൽ അവന്റെ ആ പങ്കു ചേർക്കലും അവന്റെ അമലും എനിക്ക് വേണ്ട, ഞാനത് ഒഴിവാക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തേത് ഇബ്തിഗാഉ റിദ്വാൻ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസാണ്. രണ്ടാമത്തേത് ഇത്തിബാഉ റിദ്വാൻ. ഇത്തിബാഉ റിദ്വാൻ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി പിൻപറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള മാർഗം കുറെ കർമ്മം ചെയ്യലോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യലോ അല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചു നിൽക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം, അത് നിസ്കാരമായാലും നോമ്പാണെങ്കിലും ദിക്റാണെങ്കിലും സ്വലാത്താണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് വഴികേടാണ്, അത് ബിദ്അത്താണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം അത് ഏറ്റവും അധികമായി നമ്മൾ ചെയ്യുകയും വേണം. നോക്കൂ, നബി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിതാ ഈ ദീന് പൂർത്തിയായിട്ടുണ്ട്. 2 ലക്ഷത്തോളം വരുന്ന സഹാബികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. ഇന്നിതാ ഈ ദീന് പൂർത്തിയായിട്ടുണ്ട്, തൃപ്തിപ്പെട്ടിതാ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് എന്ന് അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്ന് ദീനല്ല. അത് എത്ര നല്ലതായി നമുക്ക് തോന്നിയാലും അന്ന് ദീനല്ലാത്തൊരു കാര്യം ലോകാവസാനം വരെ ദീനല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി പിൻപറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്ർ, ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നിടത്ത്, അത് ശ്രദ്ധിക്കുന്നിടത്താണ് ആ ഒരു അവസ്ഥ നമുക്ക് എത്താൻ സാധിക്കുക. ഇബ്നു തൈമിയ റഹിമഹുല്ലാ മുൻഗാമികളായ സലഫുകളിൽ നിന്ന് ഉദ്ധരിച്ച ഒരു വാക്ക് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. മജ്മൂൽ ഫത്താവയിൽ കാണാം, മൻ അറാദ അൻ യബ്ലുഗ മഹല്ല റിദാ, ആർക്കെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന അവസ്ഥയിൽ എത്തണമെന്നുണ്ട് എങ്കിൽ ഫൽയൽസം മാ ജഅല അല്ലാഹു റിളാഹു ഫീഹി, ഏതിലാണോ അള്ളാഹു തൃപ്തി വെച്ചിട്ടുള്ളത് അതിനെ മുറുകെ പിടിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. എന്താണ് അതിന്റെ ഉദ്ദേശം? ഈ സലഫ് മുൻഗാമികളുടെ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയാണ്, ഹാദൽ കലാമു ഫീ ഗായത്തിൽ ഹുസ്ൻ, ഇത് ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു വാക്കാണ്. ഫഇന്നഹു മൻ ലസിമ മാ യുർദി അല്ലാഹ മിൻ ഇംതിസാലി അവാമിരിഹി, ആരാണോ അള്ളാഹുവിന്റെ തൃപ്തിയുള്ള അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നത്, വജ്തിനാബി നവാഹി, വിരോധനങ്ങൾ ഒഴിവാക്കുന്നത്, ലാ സിയമാ ഇദാ ഖാമ ബിവാജിബിഹാ വമുസ്തഹബ്ബിഹാ ഫഇന്നല്ലാഹ യർദാ അൻഹു, അള്ളാഹു നിർബന്ധമാക്കിയതും മുസ്തഹബ്ബാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ളവരുടെ മേലെയാണ് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ തൃപ്തി നേടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ സഹോദരങ്ങളെ അള്ളാഹു തആല ഇബാദത്ത് സ്വീകരിക്കുകയുള്ളൂ. ഈ 2 കാര്യങ്ങളില്ല എങ്കിൽ അള്ളാഹു തആല ഒരാളുടെ ഇബാദത്ത് സ്വീകരിക്കുകയില്ല. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഈ ഒരു ആയത്തിനെ കുറിച്ച് ചോദിക്കേണ്ടായി. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഇഹ്സാനോടുകൂടി അമല് ചെയ്യാനാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, ജീവിതവും മരണവും എല്ലാം സംവിധാനിച്ചത് സൃഷ്ടിച്ചത് എന്നുള്ള ആയത്ത്, സൂറത്തുൽ മുൽക്കിലെ ആയത്ത് ഓതിക്കൊണ്ട് ചോദിച്ചു, എന്താണ് ഇവിടെ ഈ അഹ്സനു അമല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫുദൈൽ ഇബ്നു ഇയാദ് മറുപടി പറഞ്ഞു, അഖ്ലസുഹു വഅസ്വബുഹു, ഏറ്റവും നിഷ്കളങ്കമായതും ഏറ്റവും ശരിയായതുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, യാ അബാ അലി വമാ അഖ്ലസുഹു വഅസ്വബുഹു, എന്താണ് ഇഖ്ലാസോടുകൂടിയുള്ള ഏറ്റവും ഇഖ്ലാസോടുകൂടിയുള്ളതും ഏറ്റവും നിഷ്കളങ്കമായതും ഏറ്റവും ശരിയായതും എന്താണ്? അപ്പൊ പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബ ലം യുഖ്ബൽ, ഒരു കർമ്മം അത് നിഷ്കളങ്കമായിരിക്കും, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷേ ശരിയായിക്കൊള്ളുന്നില്ല, അങ്ങനെയുള്ള കർമ്മം അള്ളാഹു സ്വീകരിക്കില്ല. വൈദാ കാന സവാബൻ, ചെയ്തൊക്കെ ശരിയായിരിക്കും, വലം യകുൻ ഖാലിസൻ, പക്ഷെ നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി മാത്രമാവൂല, ലം യുഖ്ബൽ, അത് സ്വീകരിക്കൂല. അപ്പൊ ചില ആളുകള് നമുക്ക് കാണാം, ചില ആളുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാവും ഇബാദത്തുകൾ ചെയ്യുന്നത്, അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും അവർ നിസ്കരിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും നോമ്പ് വെൽക്കുന്നത്, പക്ഷെ ശരിയാകൂല എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, സ്വഹാബികൾക്ക് അങ്ങനെ ഒരു കാര്യം അറിയുന്നേ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ദിക്റും നിസ്കാരങ്ങളും നോമ്പും ചില ആളുകൾ ചെയ്യുന്ന കാണാം, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അള്ളാഹുവിനെ വേറെ ആൾക്കും വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും, പക്ഷെ അതെന്താവൂല, അള്ളാഹു സ്വീകരിക്കൂല. വേറെ ആളുകൾ അവർ ചെയ്യുന്നത് ഏറ്റവും ശരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ അവർ ചെയ്യുന്നത് അള്ളാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന് അവകാശപ്പെട്ടത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിയാ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആളുകൾ കാണാൻ വേണ്ടി, ആളുകൾ കേൾക്കാൻ വേണ്ടി, ആ നിലക്കായിരിക്കും. അതും അള്ളാഹു തആല സ്വീകരിക്കില്ല. എന്നിട്ട് പറഞ്ഞു, ഹത്താ യകൂന ഖാലിസൻ സ്വവാബ,
ഏറ്റവും നിഷ്കളങ്കമായി ഏറ്റവും ശരിയായതാകുമ്പോൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. വൽ ഖാലിസു മാ കാന ലില്ലാഹ്, ഖാലിസ് എന്ന് പറഞ്ഞാൽ ഏതാണോ അള്ളാഹുവിന് വേണ്ടിയാകുന്നത് അതാണ് നിഷ്കളങ്കമായത്. വസ്സവാബു മാ കാന അല സുന്ന, ശരിയായത് എന്ന് പറഞ്ഞാൽ സുന്നത്തിനോട് യോജിച്ചിട്ടുള്ളത് ഏതാണോ അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഇബാദത്തിന്റെ അടിസ്ഥാനമാണ്, അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള അടിസ്ഥാനമാണ് എന്ന് ഖുർആനിൽ കാണാം. ഇനി നമ്മൾ ഈ തൃപ്തി നേടാൻ, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ അതിയായി ധൃതി കാണിക്കുന്ന ആളുകളായിരിക്കണം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ഒരു മൗഇദ്, ഒരു കണ്ടുമുട്ടാനുള്ള സംസാരത്തിനുള്ള ഒരു അവസരത്തിൽ വളരെ ധൃതി കാണിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട് സൂറത്തു ത്വാഹയിൽ, വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, റബ്ബേ ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടു വന്നതാണ്, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടു വന്നതാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ വളരെ ശ്രേഷ്ഠതയുള്ള മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് ധൃതിപ്പെട്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ എത്രത്തോളം അതിലേക്ക് ആവശ്യക്കാരനായിരിക്കും, നമ്മൾ എത്രത്തോളം അത് നേടേണ്ട ആളായിരിക്കും. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൃപ്തി നമ്മൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി പണിയെടുത്ത് അള്ളാഹുവിനോട് തേടി അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നേട്ടമുണ്ടാകുന്ന എന്താണെന്ന് അറിയോ? ഒരു ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയൽതമിസു മർളാത്തല്ലാഹ്, ഒരടിമ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കും, അത് നേടിയെടുക്കാനുള്ള പണിയൊക്കെ ചെയ്യും. വലാ യസാലു ബിദാലിക്, അവൻ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതാ ഏത് കാര്യം അവൻ ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം, അതെനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല ജിബ്രീൽ, അങ്ങനെ ഒരു അടിമ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോ അള്ളാഹു തആല ആകാശത്തിന് മുകളിൽ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് പറയും, ഇന്ന ഫുലാനൻ അബ്ദി യൽതമിസു അയുർളിയനി, എന്റെ ഇന്നാലിന്റെ അടിമ അതാ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്റെ തൃപ്തി നേടാൻ വേണ്ടി അവൻ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അലാ വ ഇന്ന റഹ്മതി അലൈഹി, നീ മനസ്സിലാക്കുക, നീ അറിയുക എന്റെ കാരുണ്യം അവന്റെ മേലെയുണ്ട്. ഫയഖൂലു ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്ത് പറയും, റഹ്മത്തുല്ലാഹി അലാ ഫുലാൻ, ഇന്നാലിന്ന ആളുടെ മേലെ, ആളുടെ പേര് പറഞ്ഞുകൊണ്ട്, നമ്മുടെ ആണെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയും അവന്റെ മേലെ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്. വയഖൂലുഹ ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്ന മലക്കുകൾ പറയും. വയഖൂലുഹ മൻ ഹൗലഹും, അതേ വാക്ക് ആ അർശിന് ചുറ്റുമുള്ള മറ്റുള്ള മലക്കുകൾ, മുഖർരിബീങ്ങളായിട്ടുള്ള മലക്കുകൾ ഏറ്റു പറയും. ഹത്താ യഖൂലഹ അഹ്ലുസ് സമാവാതി സബ്, അങ്ങനെ 7 ആകാശത്തിലുള്ള എല്ലാ മലക്കുകളും നമ്മളാണെങ്കിൽ, നമ്മളാണ് ആ അവസ്ഥയിലൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ പേര് പറയും, അള്ളാഹു അവന്റെ മേലെ കാരുണ്യം ചൊരിയുന്നുണ്ട്. ثم تهبط اي رحمه الله له الى الارض, പിന്നീട് അള്ളാഹുവിന്റെ കാരുണ്യം ഭൂമിയിലേക്ക് അള്ളാഹു തആല ഇട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം, അതായത് അള്ളാഹുവിന്റെ തൃപ്തി നേടണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാക്കി വെക്കണം, നമ്മുടെ ഒരു ആഗ്രഹമാക്കി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി, ഉദ്ദേശമായി നമ്മൾ വെക്കണം. അതിന് ഏറ്റവും മാതൃക ആരാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ആളുകളിൽ ഏറ്റവും മാതൃകയായിട്ടുള്ളത്? ഏതൊരു പേര് പറയുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി അവർക്കുണ്ടാകണമേ എന്ന് 1400 വർഷങ്ങളായി മുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആരാണ് അവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ റളിയല്ലാഹു അൻഹും. ഒരു പേര് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്താ അതിന്റെ അർത്ഥം? തർളിയത്ത് എന്നാണ് അതിന് പറയുക. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവേ നിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി ആ പേര് ആരുടെ പേരാണോ പറഞ്ഞത് ആളുടെ മേലുണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോടുള്ള ദുആ ആണ് തർളിയത്ത് എന്ന് പറയുന്നത്. ഒരു വാക്ക് പറയുമ്പോഴും നമ്മൾ പറയുന്നത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഷം ആ സ്വഹാബികളുടെ പേര് പറയുമ്പോൾ അവരുടെ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവട്ടെ എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി എന്ത് പറഞ്ഞു? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ തേടുന്നുണ്ടോ, ആ സഹാബികളുടെ പാത മുറുകെ പിടിക്കണം, ആ സഹാബികളുടെ ദീനിനെ മുറുകെ പിടിക്കണം. അവരെങ്ങനെ വിശ്വസിച്ചുവോ അങ്ങനെ വിശ്വസിക്കണം. അവരെങ്ങനെ കർമ്മങ്ങൾ ചെയ്തുവോ, എന്ത് കർമ്മങ്ങളാണ് അവർ ചെയ്തത് അതുപോലെ കർമ്മങ്ങൾ ചെയ്യുക. അവർ ചെയ്യാത്തൊരു കർമ്മം എത്ര നല്ലതായി തോന്നിയാലും നമുക്കത് വേണ്ട. അവർ ചെയ്ത ഒരു കർമ്മമാണെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കും.
അതുപോലെ തന്നെ ഏത് നിലക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുൻ നാസി ഖർനി, എന്റെ സമൂഹമാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ശ്രേഷ്ഠരായ അബൂബക്കർ, ഉമർ എന്നിവരെ പറ്റി പറഞ്ഞത് റളിയല്ലാഹു അൻഹുമ അബൂബക്രിൻ വഉമറു സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്ന മിനൽ അവ്വലീന വൽ ആഖിരീൻ മാ ഖലൻ നബിയ്യീന വൽ മുർസലീൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുമാണ് നാളെ സ്വർഗത്തിലെ മധ്യവയസ്കന്മാരായിട്ടുള്ള ആളുകളുടെ നേതാക്കന്മാർ. നബിമാരും അതുപോലെ തന്നെ റസൂലുകളും ഒഴികെ ബാക്കിയുള്ള ആളുകളുടെ നേതാക്കന്മാർ എല്ലാ ഉമ്മത്തിലെയും ആളുകളുടെ മധ്യവയസ്കന്മാരുടെ നേതാക്കന്മാർ അവരാണ് എന്ന് പറഞ്ഞത് കാണാം. ആരാണ് യുവാക്കളുടെ നേതാക്കന്മാർ? ആരാണ് സ്വർഗത്തിൽ? അൽ ഹസൻ, അൽ ഹുസൈൻ എന്നിവരാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു തൃപ്തി, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തി അവർ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഖുർആനിൽ തന്നെ അള്ളാഹു അറിയിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും മഹത്തായ കർമ്മങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവരുടെ പാത നമുക്ക് പിൻപറ്റാതിരിക്കാൻ സാധിക്കുക? ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഇടയിലൊക്കെ ചില കാര്യങ്ങൾ കാണാം. ദീനിൽ സഹാബികൾക്കൊരു പരിചയമില്ലാത്ത പല ആരാധനാ കർമ്മങ്ങൾ, പല വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ പല നോമ്പ്, പല നിസ്കാരം ഒക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ചെയ്യുന്നത് കാണാം. പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, അള്ളാഹു തആല തൃപ്തിപ്പെട്ട ഒരു സമൂഹം, അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ഒരു സമൂഹം, അവരിൽ ഒരാൾ പോലും അത് ചെയ്തിട്ടില്ല, അവരിൽ ഒരാൾ പോലും അത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. പിന്നെ അതെങ്ങനെ ദീനാവുക? അതെങ്ങനെ ശരിയാവുക? എന്തൊരു വ്യക്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടണമോ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള സ്വഹാബികളുടെ പാത മുറുകെ പിടിക്കണം. നോക്കൂ, അള്ളാഹു തആല പറഞ്ഞത് സ്വഹാബികളെ പറ്റി സൂറത്ത് ആലി ഇമ്രാനിലെ 173-74 ആ ഒരു ചരിത്ര സംഭവമാണ്. അഥവാ ഉഹദ് യുദ്ധം കഴിഞ്ഞ്, ഉഹദ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു വിജയമുണ്ടായി. രണ്ടാമത്തെ ഘട്ടത്തിൽ 70ഓളം സഹാബികൾ കൊല്ലപ്പെട്ടു, പലർക്കും മുറിവേറ്റു, കൈ ഒടിഞ്ഞു പോയവരുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുഖത്തുനിന്ന് ചോര വരുന്നുണ്ട്. പല സഹാബികളും പല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള, തുൽഹാ റളിയല്ലാഹു അൻഹു ഒരുപാട് മുറിവേറ്റു. അങ്ങനെ പല രീതിയിലുണ്ട്. ആ സമയത്ത് യുദ്ധം കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന സമയത്ത് വീണ്ടും മുശ്രിക്കീങ്ങൾ പടയൊരുക്കി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹുദിൽ പങ്കെടുത്ത ആളുകൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. വേറെ സ്വഹാബികളുണ്ട്, അവര് വരണ്ട, ഉഹുദിൽ പങ്കെടുത്ത ആളുകൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ മുറിവേറ്റവരോട് ഇത് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് ആ യുദ്ധത്തിന് തയ്യാറായിട്ട് ഒരുങ്ങിക്കൊണ്ടുവരുന്ന ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് അത്രയും എല്ലാ രീതിയിലും വേദന സഹിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വീണ്ടും യുദ്ധത്തിന് വിളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോ പറഞ്ഞു അതിൽ വേറെ പുതിയ ആൾക്കാരൊന്നും വേണ്ട, ഉഹദിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ മാത്രം മതി. ആ ഒരു സന്ദർഭത്തെ പറ്റി പറയുന്നത് അല്ലാഹു പറയാണ്, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, അവരോട് വന്നിട്ട് പറയുകയുണ്ടായി, അതാ മുശ്രിക്കീങ്ങൾ ഒരുങ്ങിക്കൂടി നിൽക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ. ഫഖ്ശൗഹും, അവരെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. ഫസാദഹും ഈമാനൻ, മുസ്ലിമീങ്ങളുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അവർ പറഞ്ഞു അല്ലാഹു മതി ഞങ്ങൾക്ക്, ഞങ്ങൾ അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫൻഖലബു ബിനിഅമതിൻ മിനല്ലാഹ് വഫദ്ലിൻ ലം യംസസ്ഹു സൂഉൻ, ആ ശത്രുക്കൾ പിന്തിരിഞ്ഞു പോയി. അല്ലാഹു അവരുടെ ഖൽബിൽ റുഗ്ബ് ഇട്ടുകൊടുത്തു, മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള ഭയം ഇട്ടുകൊടുത്തു. ഒരു ദോഷവും ബാധിക്കാതെ അവർ പിന്തിരിഞ്ഞു പോയി അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട്. എന്നിട്ട് ഈ മുഅ്മിനീങ്ങളെ പറ്റി അള്ളാഹു പറയുകയാണ്, വത്തബഉ റിദ്വാനല്ലാഹ്, അവർ അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റിയവരാണ്. മറ്റെന്തിനേക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ തൃപ്തിയെ പിൻപറ്റുന്ന അവസ്ഥ അത് തെളിയിച്ച ആളുകളാണ് സഹാബികൾ എന്ന് അള്ളാഹു തആല പറയാണ്. മറ്റൊരു സന്ദർഭം അള്ളാഹുവിന്റെ തൃപ്തി അവർ നേടിയെടുത്ത സന്ദർഭമാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബൈഅത്തുർ റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണത്? ഹുദൈബിയ സന്ധിയിൽ വെച്ചുണ്ടായ ബൈഅത്ത്. അഥവാ സഹാബികൾ എല്ലാവരും അവിടെ ഒരു ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്ന ചരിത്രം കൂടുതൽ പറയുന്നില്ല. ഹുദൈബിയയിൽ ഉംറയ്ക്ക് വേണ്ടി പോയ ആളുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ മരണം വരെ പോരാടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ബൈഅത്ത് ചെയ്യാൻ, സ്വന്തം ജീവൻ പോകുന്നത് വരെ പോരാടിയിരിക്കുമെന്ന നിലക്ക്, അഥവാ എന്തും ത്യജിക്കാൻ തയ്യാറാണ് എന്നുള്ളത്. ആ സന്ദർഭത്തെ പറ്റി അല്ലാഹു തആല സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്തിൽ പറയാണ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ വൃക്ഷത്തിന്റെ ചോട്ടിൽ വെച്ച് നിന്നോട് ബൈഅത്ത് ചെയ്തപ്പോൾ ആ മുഅ്മിനീങ്ങളെ തൊട്ട് അള്ളാഹു പറയാണ് തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന്.
അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി, ഈ മഹത്തായ തൃപ്തി നേടിയെടുത്ത ഒരു സമൂഹമാണ് സഹാബികൾ. ഇനി അതിൽ ചില വ്യക്തികളെ പറ്റി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹുവിനെയും അതുപോലെ വേറെ 10 അടിമകളായിട്ടുള്ള അള്ളാഹുൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവം സഹിക്കേണ്ടി വന്നവരെ സ്വന്തം പണം ചെലവാക്കിക്കൊണ്ട് വാങ്ങി മോചിപ്പിക്കുകയാണ്. ഒറ്റ കാരണം കൊണ്ട്, അവൻ അള്ളാഹുവിനെ ആരാധിച്ചതിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തന്റെ പണം ചെലവാക്കിക്കൊണ്ട് മോചിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ അല്ലാഹു തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുപോലെ നന്മകൾ ചെയ്ത ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ തഖ്വയുള്ള, അവർ അവരുടെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അവർ ഇതുപോലെയുള്ള നന്മകൾ ചെയ്യുന്നവരാണ്. എന്നിട്ട് പറഞ്ഞു, അവർക്ക് തിരിച്ചൊരു പ്രത്യുപകാരം ഒരു പ്രതീക്ഷിക്കുന്നില്ല. അവരോട് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ ഒരാളുമില്ല. അവർ ചെയ്തതിന്റെ പേരിൽ തിരിച്ചെന്തെങ്കിലും ഭൗതികമായ നേട്ടം കിട്ടാൻ ഒന്നുമില്ല. എന്നിട്ട് പറയാണ്, ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അവരുടെ ലക്ഷ്യം ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? അള്ളാഹുവിന്റെ വജ്ഹാണ്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ചെയ്തത്. വലസൗഫ യർദാ. അവരെ അള്ളാഹു തആല തൃപ്തിപ്പെടുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ 3 അടിസ്ഥാനങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 3 അടിസ്ഥാനങ്ങൾ. ഒന്ന്, ഇബ്തിഗാഉ റിദ്വാനില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെക്കുക, അഥവാ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. അള്ളാഹുവിലുള്ള ഇബാദത്തിൽ, അള്ളാഹുവിനുള്ള അവകാശത്തിൽ ഒരാൾക്കും ഒരു പങ്ക് കൊടുക്കാതിരിക്കുക. 2, ഇത്തിബാഉ റിദ്വാൻ, ആ തൃപ്തിയെ പിൻപറ്റുക, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുക. 3-മത്തേത്, അള്ളാഹു തൃപ്തിപ്പെട്ട സമൂഹത്തിനോട് യോജിച്ച് നിൽക്കുക, അതിനോട് സാദൃശ്യപ്പെട്ട് നിൽക്കുക. ആ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയും ആ സ്വഹാബികൾ കർമ്മം ചെയ്തതുപോലെ കർമ്മം ചെയ്യുകയും ആ സ്വഹാബികളുടെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായതുപോലെ അതിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഇതാണ് 3 അടിസ്ഥാനങ്ങൾ. ഇനി ഈ അള്ളാഹുമായി ബന്ധപ്പെട്ട തൃപ്തിയുടെ ഇനങ്ങൾ, ഇത് അടിസ്ഥാനങ്ങളാണ്. ഈ 2 അടിസ്ഥാനങ്ങൾ, ഇബ്തിഗാഉ റിദ്വാൻ, ഇത്തിബാഉ റിദ്വാൻ, പിന്നെ അതിൽ മാതൃകയാക്കേണ്ടത് അള്ളാഹു തൃപ്തിപ്പെട്ട സ്വഹാബികളെ. ഇനി ഈ തൃപ്തിയുടെ ഇനങ്ങൾ 2 എണ്ണമുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട തൃപ്തിയുടെ ഇനങ്ങൾ 2 എണ്ണമുണ്ട്. ഒന്ന്, അർദിദാ ബില്ലാ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുക, അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെടുക. 2, അർദിദാ അനില്ലാ, അള്ളാഹുവിനെ തൊട്ടുള്ള തൃപ്തി. രണ്ടും പറയാം. ഒന്നാമത്തേത് അർദിദാ ബില്ലാ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുക എന്നുള്ളത്. അഥവാ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട, അല്ലെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടേണ്ട ഇനങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, അർദിദാ ബില്ലാ. 2, അർദിദാ അനില്ലാ. അർദിദാ ബില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുക. അത് നമുക്ക് അറിയുന്ന, നമ്മളെല്ലാവരും എല്ലാ ദിവസത്തിലും രാവിലെയും വൈകുന്നേരവുമായി അല്ലെങ്കിൽ നമ്മുടെ അധികാരികൾ നമ്മൾ പറയുന്ന വാക്കാണ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക തുഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല. ഈമാൻ രുചിച്ചിരിക്കുന്നു. ആരാണോ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടത്, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടത്, അവൻ ഈമാനിന്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞു നോക്കൂ. അർദിദാ ബില്ലാ എന്ന് പറഞ്ഞു, റളീതു ബില്ലാഹി റബ്ബൻ എന്ന് നമ്മൾ പറയുന്ന വാക്ക്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായ 2 കാര്യങ്ങളാണ് അതുകൊണ്ട്. അർദിദാ ബില്ലാ എന്നതിനകത്ത് 2 എണ്ണമാണ്. ഒന്ന്, അർദിദാ ബി ഇലാഹിയതിഹി വർദിദാ ബി റുബൂബിയതിഹി. 2 എണ്ണമാണ്. ഒന്ന്, അർദിദാ ബി ഇലാഹിയതിഹി അല്ലെങ്കിൽ ഉലൂഹിയതിഹി. 2, അർദിദാ ബി റുബൂബിയതിഹി. ഒന്നാമത്തേത് അള്ളാഹുവാണ് ഇലാഹ് എന്നുള്ളത്. എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? അൽ മഅബൂദ്, ആരാധിക്കപ്പെടേണ്ടത്. ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹുവാണ് എന്ന് നമ്മൾ തൃപ്തിപ്പെടണം. അള്ളാഹു അല്ലാതെ ഇബാദത്തിന്റെ ഒരിനങ്ങളും ഒരാൾക്കും അവകാശപ്പെട്ടിട്ടില്ല. അത് വേറൊരാൾക്കും അവകാശമുള്ളതല്ല. അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രാർത്ഥന അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഇബാദത്തായി പഠിപ്പിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനർഹൻ അള്ളാഹു മാത്രമാണ്. അതാണ് ഉലൂഹിയത്തിലുള്ള അള്ളാഹുവിനെ തൊട്ടുള്ള തൃപ്തി. രണ്ടാമത്തേത് റുബൂബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നുള്ളത്.
സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും കാര്യങ്ങൾ അധികാരപ്പെടുത്തുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ്, എന്നിട്ട് അള്ളാഹു മാത്രമാണ് എന്നുള്ളത് എന്തൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകൾ പറയുന്നത് റബ്ബായ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മറ്റുള്ള സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുക്കുന്നത് കാണാം. ഇപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സജീവമായൊരു ചർച്ചയായിരുന്നു മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഏതോ ഒരു മരണപ്പെട്ട വ്യക്തിയിലേക്കാ ചേർത്തി പറയുന്നത്. ഏതൊരു വ്യക്തി അയാൾ മരണപ്പെട്ടു പോയി, അയാളെ ഖബറിലാണ്, അയാളുടെ ശരീരം നുരുമ്പിപ്പോയിട്ടുണ്ടാകും. അമ്പിയാക്കളുടെ ശരീരം അമ്പിയാക്കളെയും ശുഹദാക്കളെയും അല്ലാത്ത നുരുമ്പിപ്പോകുന്ന ശരീരങ്ങളാണ്. ആ മണ്ണായി പോയിട്ടുള്ള എല്ല് മാത്രം ഇരിക്കുന്ന ആ ഖബറിൽ കിടക്കുന്ന ജീവിച്ച് മരിച്ചുപോയ ഒരാൾ, ചിലപ്പോൾ അയാള് ശരിക്കും ആരാധനയിൽ പറയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അവരാണ് ലോകത്തിന്റെ നിയന്ത്രണം. അവരെ റബ്ബ് എന്നുള്ള സ്ഥാനത്തിൽ വിളിച്ചുകൊണ്ട് തന്നെ, അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാദിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളുണ്ട്. നഊദു ബില്ലാഹ്. വലിയ നമ്മൾ ആലോചിക്കേണ്ടത്, അബൂജഹലും അബൂലഹബും പോലെ വാദം പറഞ്ഞിട്ടില്ല. അബൂജഹലും അബൂലഹബും ഒക്കെ പറഞ്ഞെന്താ, അള്ളാനെ മാത്രം വിളിക്കണ്ട, അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി ഇടനിലക്കാരായിട്ട് ലാത്തയെ ഉസ്സയൊക്കെ വിളിച്ചാൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതേ സമയത്ത് അവര് അള്ളാഹ് റബ്ബാണ് എന്നും അള്ളാഹ് സൃഷ്ടാവാണെന്നും അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതിനൊരു അഭിപ്രായ വ്യത്യാസവും ആര് തമ്മിലില്ല? അബൂജഹലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലില്ല, മുസ്ലിമുകളും തമ്മിലില്ല. കാരണം ബദർ യുദ്ധത്തിലേക്ക് വരുന്ന സമയത്ത് അബൂജഹൽ മക്കയുടെ അടുക്കൽ വന്ന്, കഅബയുടെ അടുക്കൽ വന്ന് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഇതിൽ ആരുടെ ഭാഗത്താണോ സത്യം അവരെ വിജയിപ്പിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെത്തിയപ്പോൾ അള്ളാഹുവിനോട് സഹായം തേടുകയാണ്, അള്ളാഹുവേ ഈ ചെറിയ സംഘത്തെ നീ രക്ഷിച്ചിട്ടില്ല എങ്കിൽ എന്തില്ല, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവില്ല. അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ വ്യത്യാസം? അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ആരോടും കൂടി പ്രാർത്ഥിച്ചിരുന്നു? ലാത്തയെയും ഉസ്സയെയും അവരുടെ ഹക്കും ജാഹും ബറക്കത്തും ഒക്കെ ഇടയിൽ വെച്ചുകൊണ്ട് അത് മുഖേന അള്ളാഹുലേക്ക് തേടാൻ അവർ ശ്രമിച്ചു. അതാണ് ഉണ്ടായത്. അപ്പോ ഈ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട, അവര് പോലും നിഷേധിക്കാത്ത റുബൂബിയത്തിന്റെ വാദങ്ങൾ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കാണാം. അത് വലിയ ദൗർഭാഗ്യകരമാണ്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് വിഷമമുണ്ടാകേണ്ട കാര്യമാണ്. ഈ തൗഹീദിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത കൂടുതൽ നമ്മുടെ മേലെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹുവിനെ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇലാഹായിക്കൊണ്ട് തൃപ്തിപ്പെടുക. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായിക്കൊണ്ട് തൃപ്തിപ്പെടുക. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഉലൂഹിയത്തിലുള്ള തൃപ്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും അനുസരിക്കുക. റുബൂബിയത്തിലുള്ള തൃപ്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിക്കുന്ന, നമ്മുടെ മേലെ വിധിക്കുന്ന കാര്യങ്ങളെ അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് റസൂലിനോടുള്ള തൃപ്തിയും ദീനിനോടുള്ള തൃപ്തിയും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ അർരിദാ അനില്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു നമ്മുടെ മേലെ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ മേലെ അള്ളാഹു തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അതിൽ പരിപൂർണമായ തൃപ്തി ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ അത് എല്ലാവരുടെ മേലെയും നിർബന്ധമല്ല. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ തീരുമാനിക്കുന്ന കാര്യങ്ങളുടെ മേലെ തൃപ്തി ഉണ്ടാവുക എന്നുള്ളത് രണ്ടാമത്തെ ഇനം. പക്ഷെ അത് എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും നിർബന്ധമല്ല. മുസ്ലിങ്ങളുടെ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? സ്വബറാണ്, ക്ഷമിക്കൽ നിർബന്ധം. ഉദാഹരണത്തിന് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം, നമുക്ക് വിലപ്പെട്ട ഒരു കാര്യം എന്താവുകയാണ്, പെട്ടെന്ന് നശിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കച്ചവടം, നമുക്കൊരു കടയാണുള്ളത്, ആ കട കത്തിപ്പോവുകയാണ്. അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ മേൽ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നിർബന്ധമല്ല. നിർബന്ധം എന്താണ്? ക്ഷമിക്കലാണ്. ക്ഷമിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന, അള്ളാഹുവിനെ മനസ്സിലായിട്ടുള്ള ഈമാനിന്റെ അവസ്ഥയിൽ ഉന്നതമായ ശക്തിയുള്ള ആളുകൾ അവരെന്തു ചെയ്യും? അതിൽ തൃപ്തിപ്പെടും. അള്ളാഹു തആല എന്റെ മേലെ വിധിച്ചത് അത് ഖൈറാണ് എന്നുള്ള നിലയ്ക്ക് അവർ തൃപ്തിപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതാണ് റിദാ അനില്ലാ എന്ന് പറഞ്ഞാൽ. അള്ളാഹു എന്താണോ വിധിക്കുന്നത് അതിൽ തൃപ്തി ഉണ്ടാവുക. പക്ഷെ അതൊരിക്കലും എല്ലാവരുടെയും മേലെ നിർബന്ധമല്ല, എല്ലാവർക്കും അത് സാധിക്കുകയില്ല. എന്നാൽ നിർബന്ധമായിട്ടത് ക്ഷമയാണ്. എന്നാൽ ഏത് കാര്യത്തിലും തൃപ്തി കാണിക്കുക എന്നുള്ള നമ്മൾ എത്തിപ്പിടിക്കേണ്ട. കാരണം അള്ളാഹുവിന് അതിന് പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്, അതിന് പിന്നിൽ ഒരു ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് തൃപ്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ തൃപ്തിപ്പെടുന്നത് രണ്ടിനത്തിലാണ്. റിളാ ബില്ലാഹ്, റിളാ അനില്ലാഹ്. റിളാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇലാഹായിട്ടും റബ്ബായിട്ടും തൃപ്തിപ്പെടുക. ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാണ് അവകാശപ്പെട്ടത് എന്നതിൽ തൃപ്തിപ്പെടുക. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ തൃപ്തി ഉണ്ടാവുക. അള്ളാഹുവാണ് ആകാശഭൂമികളിൽ നിയന്ത്രണം എന്നുള്ളത് തൃപ്തിപ്പെടുക. അതിൽ എന്തൊക്കെയാണോ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അതിൽ തൃപ്തിപ്പെടുക.
റിളാ അനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ മേലെ വിധിക്കുന്ന കാര്യങ്ങൾ നല്ലതാവട്ടെ മോശമാവട്ടെ, അതിൽ ഖൈറാവട്ടെ ഷർറാവട്ടെ, അതിൽ തൃപ്തി ഉണ്ടാവുക എന്നുള്ളത് അത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. നിർബന്ധമായത് ക്ഷമയാണ്. ക്ഷമിക്കുക എന്നുള്ള നിർബന്ധം, ക്ഷമിക്കാതിരിക്കാൻ പറ്റൂല. ഒരാൾക്ക് അല്ലാഹു തആല എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അതിന്റെ പേരിൽ നിരാശപ്പെട്ട് ക്ഷമയില്ലാത്ത വാക്കുകൾ പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ക്ഷമിക്കൽ നിർബന്ധമാണ്. എന്നാൽ മുസ്തഹബായിട്ടുള്ള കാര്യമാണ് അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. അതാണ് റിളാ അനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഈ ഒരു കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ തൃപ്തിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റിള്വാനുൻ മിനല്ലാഹി അക്ബർ എന്നുള്ള ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞതിന്റെ ചുരുക്കം ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു മുഅ്മിനീങ്ങളുടെയും അവരുടെ വിശേഷണങ്ങളും പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹദീസുകളിൽ അള്ളാഹു സ്വർഗാവകാശികൾക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ കാര്യമായി അള്ളാഹു പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി ഉദ്ദേശമായി നമ്മൾ മാറ്റേണ്ടതുണ്ട്, നമ്മൾ വെക്കേണ്ടതുണ്ട്. അതിന് രണ്ട് അടിസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് ഇബ്തിഗാഉർ റിദ്വാൻ, രണ്ട് ഇത്തിബാഉർ റിദ്വാൻ. ഇബ്തിഗാഉർ റിദ്വാൻ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ആണ്. ഇത്തിബാഉർ റിദ്വാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കലാണ്. പിന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്, പിൻപറ്റേണ്ട അതിനുള്ള ഏറ്റവും മാതൃകയായിട്ടുള്ള സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. കാരണം അവരാ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മൊത്തമായിട്ടും വ്യക്തികളെ പറ്റിയിട്ടും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിം സമൂഹം എല്ലാ കാലഘട്ടത്തിലും അവർക്ക് വേണ്ടി തർദിയത്ത്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇനി അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിൽ നമ്മൾ ചെയ്യേണ്ട രീതി, എങ്ങനെയാണ് തൃപ്തിപ്പെടേണ്ടത്, നമ്മൾ അങ്ങോട്ട് തൃപ്തിപ്പെടേണ്ടത് എങ്ങനെയാണ്? രണ്ട് രീതിയിലാണ്. ഒന്ന് റിളാ ബില്ലാ, രണ്ട് റിളാ അനില്ല. റിളാ ബില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലൂഹിയത്തിലും റുബൂബിയത്തിലും തൃപ്തി ഉണ്ടാവുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കുക, അതിനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ റിളാ അനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് കാര്യം നമ്മുടെ മേലെ വിധിച്ചാലും അതിൽ തൃപ്തി ഉണ്ടാവുക. പക്ഷെ അത് നിർബന്ധമല്ല, അത് മുസ്തഹബായിട്ടുള്ള ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടുള്ളത് എന്താണ്? സ്വബറാണ്. സ്വബർ നിർബന്ധമാണ്, റിളാ അതിന് മുകളിലുള്ളതാണ്. എന്താണ് ഈ ക്ഷമയും റിളയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് സ്വബറും റിളയും തമ്മിലുള്ള വ്യത്യാസം? സ്വബർ റിള എന്ന വ്യത്യാസം പറഞ്ഞാൽ, സ്വബർ എന്ന് പറഞ്ഞാൽ ഹബ്സുൻ നഫ്സി അലൽ മക്കാരിഹാണ്. അഥവാ ഒരു വിഷമം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാകും, അതിൽ പിടിച്ചു നിൽക്കുന്നതിനാണ് എന്ത് പറയാ? സ്വബർ എന്ന് പറയാ. ഒരു കാര്യത്തിനെ അതിന്റെ ബുദ്ധിമുട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതിനാണ് സ്വബർ എന്ന് പറയാ. റിള എന്ന് പറഞ്ഞാൽ ആ കറാഹിയത്ത് അവിടെ ഉണ്ടാവില്ല, ആ ബുദ്ധിമുട്ട് അവിടെ നീങ്ങും ചെയ്യും. അതില്ലാതെ അത് അംഗീകരിക്കുന്നതിനാണ് റിള എന്ന് പറയുന്നത്. സ്വബർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടോടുകൂടി അത് അംഗീകരിക്കലാണ്. റിള എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടുകൂടി അംഗീകരിക്കലാണ്. ഇതാണ് സ്വബറും റിളയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമായി, ഉദ്ദേശമായി കൊണ്ട് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. സൂറത്ത് തൗബയിലെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ വാക്കുകൂടിയും ഈ തൃപ്തിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, യുബശ്ശിറുഹും റബ്ബുഹും, ഇങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ ഈമാനുള്ള ബാക്കിയുള്ള ഈ കാര്യങ്ങളെല്ലാം പാലിക്കുന്ന ആളുകൾ അവർ സന്തോഷ വാർത്ത അള്ളാഹു തആല അറിയിക്കുന്നു. ബിറഹ്മത്തിൻ മിൻഹു, അള്ളാഹുവിന്റെ കാരുണ്യം അവർക്കുണ്ടാകും. വറിദ്വാനിൻ, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീമുൻ, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുള്ള സ്വർഗവും അവർക്കുണ്ടാകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മറ്റെന്ത് തിരക്കുകളുണ്ട് എങ്കിലും നമ്മൾ സൂചിപ്പിച്ചു, നമ്മുടെ ഈ അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതിന് തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ദുനിയാവിനെ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫത്തഖു ദുനിയ വത്തഖു നിസാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിച്ചോളും, സ്ത്രീകളെയും സൂക്ഷിച്ചോളും. കാരണം മനുഷ്യന്റെ നിയ്യത്തിനെ തെറ്റിക്കുന്ന രണ്ട് കാര്യങ്ങളാണത്. മനുഷ്യന്റെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസിൽ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് രണ്ട് കാര്യത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒന്നെന്താണ്? ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനാവട്ടെ അല്ലെങ്കിൽ ദുനിയാവ് തേടാനാവട്ടെ, ഈ രണ്ട് കാര്യം തന്നെ നിയ്യത്തിനെ ഫസാദാക്കി കളയും. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ വിഭവങ്ങൾ കണ്ട് കണ്ണഞ്ചി പോകാത്ത ആളുകളായി തീരുക. ദുനിയാവ് ഉപയോഗിക്കാം. അള്ളാഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ദുനിയാവിന്, അത് സംശയമല്ല. മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. ദുനിയാവിലെ ഓരോ ജന്തുവും ജീവിയും വൃക്ഷവും ചെടിയും മത്സ്യവും എല്ലാം മനുഷ്യന് വേണ്ടി അള്ളാഹു ഒരുക്കിയതാ. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ട് ഒരുക്കിയത്? അതിനേക്കാൾ അള്ളാഹുവിന് സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സാധനങ്ങളെക്കാളെല്ലാം എനിക്ക് വലുത്, നമുക്ക് വലുത് അള്ളാഹു ആണെന്ന് തെളിയിച്ചു കൊടുക്കാനാണ് ടെമ്പററി ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ഏത് നിമിഷവും അതിൽ അത് ഒന്നെങ്കിൽ നമ്മിൽ നിന്ന് വിട്ടേച്ചു പോകും,
അല്ലെങ്കിൽ നമ്മൾ അതിനെ വിട്ടേച്ച് പോകേണ്ടി വരും. അതാണ് ദുനിയാവിന്റെ ഹഖീഖത്ത്. ഒന്നുകിൽ നമ്മളിൽ നിന്ന് പോകും, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറും. അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെ മേലെയല്ല, നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തിയുടെ മേലെ ആയിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും. അള്ളാഹു തആല അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെക്കുന്ന, അത് നേടുന്ന, നാളെ പരലോകത്ത് ആ തൃപ്തിക്ക് അർഹരാകുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്